ഹലോ ഫ്രണ്ട്സ്, കണി കാണുന്നതുമായി ബന്ധപ്പെട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഈ ഒരു കാര്യം ശ്രദ്ധിച്ചില്ലെങ്കിൽ എത്ര മനോഹരമായി നിങ്ങൾ കണി ഒരുക്കിയിട്ടും കണി കണ്ടിട്ടും അമ്പലത്തിൽ പോയിട്ടും ഒക്കെ ആണെങ്കിൽ യാതൊരു തരത്തിലുള്ള പ്രയോജനവും ഉണ്ടാകാൻ പോകുന്നില്ല. അപ്പോൾ ആ ഒരു കാര്യത്തിലേക്ക് നമുക്ക് വരാം. നമ്മൾ കണി ഒരുക്കി പ്രാർത്ഥിക്കുമ്പോൾ ഭഗവാന്റെ ആ ഒരു ദൃഷ്ടി നമ്മളിലേക്ക് അനുഗ്രഹമായി ഭഗവാൻ നമ്മളെ നോക്കണമെങ്കിൽ തീർച്ചയായും നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. സൂര്യൻ കൃത്യമായി കിഴക്കുദിക്കുന്ന ദിവസമാണ് വിഷുവായി ആഘോഷിക്കുന്നത്. പ്രധാനമായും ഇതിൻ്റെ ഒരു ഐതിഹ്യം എന്നത് കൃഷ്ണൻ നരകാസുരനെ വധിച്ച ദിവസമായാണിത് കാണുന്നത്. അതുപോലെ തന്നെ മറ്റൊരു ഐതിഹ്യം, രാക്ഷസ രാജാവായ രാവണന് തൻ്റെ കൊട്ടാരത്തിൻ്റെ മുകളിൽ സൂര്യരശ്മി പതിക്കുന്നത് ഇഷ്ടമല്ല. അതിനാൽ അദ്ദേഹം സൂര്യനെ വിലക്കി. അങ്ങനെ രാവണൻ കൊല്ലപ്പെട്ടതിന് ശേഷമാണ് സൂര്യൻ കൃത്യമായി കിഴക്ക് ഉദിക്കാൻ തുടങ്ങിയത് എന്നൊരു ഐതിഹ്യവും നിലനിൽക്കുന്നുണ്ട്. പിന്നെ വിഷു നടീൽ ഉത്സവമായും ആഘോഷിക്കുന്നുണ്ട്. ഇനി നമ്മൾ സാധാരണയായി കണി ഒരുക്കുന്ന ആ ഒരു രീതി നോക്കാം. ഒരു ഓട്ടുരുളി വേണം. ഓട്ടുരുളി ഇല്ലെങ്കിൽ സാധാരണ പാത്രമാണെങ്കിലും കുഴപ്പമില്ല. ആ ഓട്ടുരുളിയിൽ ഉണക്കലരി, അതിന് മുകളിൽ നാണയം, പിന്നെ മഞ്ഞ പട്ടണിഞ്ഞ ഒരു ശ്രീകൃഷ്ണ വിഗ്രഹം അല്ലെങ്കിൽ ഫോട്ടോ, ഇതാണ് വേണ്ടത്. വിഗ്രഹം തന്നെ വേണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല കേട്ടോ. പിന്നെ വാൽക്കണ്ണാടി, വാൽക്കണ്ണാടിയിൽ പാട്, എന്തെങ്കിലും ആയിട്ടുള്ള പാട്, പൊട്ടിയത് അങ്ങനെയൊന്നും പാടില്ല കേട്ടോ. പിന്നെ കണിക്കൊന്ന പൂവ്, കണിക്കൊന്ന പൂവാണ് പ്രധാനമായിട്ടും വേണ്ടത്. അതിനുശേഷം മഹാവിഷ്ണുവിൻ്റെ മുഖത്തിൻ്റെ പ്രതീകമായി നമ്മൾ കണിവെള്ളരി വയ്ക്കും. ഗണപതി ഭഗവാന് ചക്ക, മുരുക ഭഗവാന് മാങ്ങ, ഭഗവതിയുടെ പ്രതീകമായിട്ടാണ് നമ്മൾ വാൽക്കണ്ണാടി വയ്ക്കുന്നത് കേട്ടോ. ഒരു വൃത്തിയുള്ള കോടിമുണ്ട് വയ്ക്കും. അതിനുശേഷം അതിൻ്റെ മുകളിൽ വെറ്റില, അടയ്ക്ക, കൺമഷി, നാണയം, കുങ്കുമം ഇതൊക്കെ വെക്കാവുന്നതാണ്. പിന്നെ അതിനുശേഷം മറ്റൊരു പാത്രത്തിൽ നവധാന്യങ്ങൾ വെക്കാം കേട്ടോ. നവധാന്യങ്ങൾ വെക്കാം. 5 തിരിയിട്ട ഒരു നിലവിളക്ക്, അത് ഭഗവാന്റെ മുഖത്ത് നമ്മൾ ഒരിക്കലും ഇരുട്ട് അടിക്കാൻ പാടില്ല കേട്ടോ. ഭഗവാന്റെ മുഖത്ത് പ്രകാശം പരക്കുന്ന രീതിയിലായിരിക്കണം അത് ക്രമീകരിക്കേണ്ടത്. ഒരിക്കലും ഭഗവാന്റെ മുഖത്ത് ഇരുട്ട്, അതിൻ്റെ നിഴലടിക്കാൻ പാടില്ല. ഇതിനോടൊപ്പം തന്നെ നമുക്ക് കൈതച്ചക്ക, അതുപോലെ തന്നെ ഫ്രൂട്ട്സ്, ഓറഞ്ച്, ആപ്പിള്, അതുപോലെ മുന്തിരി, അങ്ങനെയുള്ള ഫ്രൂട്ട്സൊക്കെ വെക്കാവുന്നതാണ്. ഇനിയാണ് ഞാൻ പ്രധാനമായിട്ടും പറയുന്നത്, ഇതെല്ലാം നമ്മൾ സാധാരണ എല്ലാവരും ചെയ്യുന്ന ആ ഒരു രീതിയാണ്. പക്ഷേ ഇതെല്ലാം ചെയ്തിട്ടും നിങ്ങൾക്കൊരു സമാധാനവും അഭിവൃദ്ധിയും ഒന്നും ലഭിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അതിനർത്ഥം ഭഗവാന്റെ അനുഗ്രഹം, ഭഗവാന്റെ ആ ഒരു ദൃഷ്ടി നിങ്ങളിലേക്ക് എത്തുന്നില്ല. അതിൻ്റെ പ്രധാനമായിട്ടുള്ളൊരു കാരണം ഞാൻ പറയാം. കണി നമ്മൾ എത്ര മനോഹരമാക്കിയാലും നമുക്ക് ആദ്യം വേണ്ടത് മനസ്സിൻ്റെ ശുദ്ധിയാണ്. മനസ്സ് ശുദ്ധമാക്കി അത്രയും നാൾ, ജീവിതമാകുമ്പോൾ ഒരുപാട് പ്രതിസന്ധികളും പ്രശ്നങ്ങളും എല്ലാം ഉണ്ടാകും, പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടാകും. അതെല്ലാം മാറ്റിവെച്ച് ഇനി പുതിയൊരു ജീവിതം, പുതിയൊരു തുടക്കം, പുതിയൊരിതായിട്ട് ഭഗവാനോട് മനസ്സ് ശുദ്ധമാക്കി പ്രാർത്ഥിക്കുക. എങ്കിൽ മാത്രമേ ഭഗവാന് നിങ്ങളിൽ അനുഗ്രഹം തരാനായി കഴിയുകയുള്ളൂ. അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിരുട്ടാണെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു പ്രാർത്ഥന കൊണ്ടോ കണി കാണുന്നത് കൊണ്ടോ, എത്ര മനോഹരമായ കണി കണ്ടതുകൊണ്ടോ അമ്പലത്തിൽ പോയതുകൊണ്ടോ യാതൊരു പ്രയോജനവും ഇല്ല. നിങ്ങളുടെ മനസ്സിൻ്റെ ഇരുട്ട് നിങ്ങളുടെ ജീവിതത്തിലും ഉണ്ടാവുക തന്നെ, കൂടെ തന്നെ കാണും. അതുകൊണ്ട് മനസ്സിൻ്റെ ശുദ്ധിയാണ് ഏറ്റവും ആദ്യമായി വേണ്ടത്. ഇനി നിങ്ങൾക്ക് ഞാൻ മുകളിൽ പറഞ്ഞതുപോലെ അത്രയും വിപുലമായ ഒരു കണി ഒരുക്കാനുള്ള ഒരു സാഹചര്യമല്ല എന്നിരിക്കട്ടെ, യാതൊരു പ്രശ്നവുമില്ല. ഈ പറയുന്ന ഒരു 3 വസ്തുക്കൾ കൊണ്ട് നിങ്ങൾക്ക് മനോഹരമായി നിങ്ങൾക്ക് ഭഗവാന്റെ കണി കണ്ട് മനോഹരമായ ഒരു ദിവസം, നല്ല ഒരു ദിവസം ആരംഭിക്കാവുന്നതാണ്. എങ്ങനെയാണെന്ന് വെച്ചാൽ, ഒരു കൃഷ്ണ വിഗ്രഹം അല്ലെങ്കിൽ കൃഷ്ണൻ്റെ ഒരു ചെറിയ ഫോട്ടോ, ഒരു കമ്പ് വിരിഞ്ഞ കണിക്കൊന്ന പൂവ്, നിലവിളക്ക്, ഇത്രയും മതി. ഇത് തന്നെ ധാരാളമാണ്. ഇതിൻ്റെ കൂടെ മറ്റ് വസ്തുക്കളൊക്കെ അതില്ലാന്ന് പറഞ്ഞു യാതൊരു പ്രശ്നവുമില്ല. ഏറ്റവും പ്രധാനമായി വേണ്ടത് നിങ്ങളുടെ മനസ്സിൻ്റെ അർപ്പണമാണ് വേണ്ടത്. കണി ഒരുക്കാൻ തുടങ്ങുമ്പോൾ മുതൽ തന്നെ നമ്മൾ മനസ്സിൽ ഉരുവിടേണ്ട മന്ത്രം ഏതാണ്? ഓം നമോ നാരായണായ എന്ന മന്ത്രം കണി ഒരുക്കുമ്പോൾ മുതൽ തന്നെ നമ്മളത് ചൊല്ലിക്കൊണ്ടേയിരിക്കുക. അത് വളരെ നല്ലതാണ്. മറ്റ് ചിന്തകളൊക്കെ നമ്മൾ വിടുക. കണി കാണേണ്ട സമയം പറയാം. കണി കാണുന്നതിനും പ്രത്യേകതയുണ്ട് കേട്ടോ. അപ്പോൾ കണി കാണേണ്ട ഒരു സമയം എന്ന് പറഞ്ഞാൽ വെളുപ്പിന് 5:30 ആ ഒരു സമയത്ത് കണി കാണുന്നതാണ് ഏറ്റവും നല്ലത്. പിന്നെ എന്ന് പറഞ്ഞാൽ നമ്മൾ കണി കാണുന്ന രീതി,
അത് എങ്ങനെയാണ് കാണുന്നത്? നമ്മൾ സാധാരണ എങ്ങനെയാണ് ആദ്യം നമ്മൾ ഉറങ്ങി എണീക്കുമ്പോൾ തന്നെ ആ ദിവസം ഭഗവാനെ തന്നെ ആദ്യം കാണണം എന്നുള്ളൊരിതിൽ കിടക്കപ്പായിൽ നിന്ന് എണീറ്റ് കണ്ണും തിരുമ്മി പോയി നിന്ന് കണ്ണും അടച്ച് അവിടെ പോയി നിന്ന് ഭഗവാനെ കാണുന്നത് അത് വളരെ തെറ്റായിട്ടുള്ളൊരു രീതിയാണ്. അതിൻ്റെ യാതൊരു ആവശ്യമില്ല. എങ്ങനെയാണ് ഭഗവാനെ കാണേണ്ടത്? മന്ത്രം പറയേണ്ടത് ആ ഓം നമോ നാരായണായ എന്ന മന്ത്രം നമ്മൾ പറയുമ്പോൾ നമ്മൾ തീർച്ചയായും ശരീരശുദ്ധി വരുത്തിയിരിക്കണം. ഓം എന്ന മന്ത്രം നമ്മൾ ഭഗവാന്റെ മുന്നിൽ നമ്മൾ അനുഗ്രഹം ഭഗവാൻ നമ്മളെ അനുഗ്രഹിക്കേണ്ടതാണ്. അപ്പോൾ നമ്മൾ ഏറ്റവും ശുദ്ധമായിരിക്കണം. കുളിച്ച് ശുദ്ധി വരുത്തി തന്നെ ഭഗവാന്റെ മുന്നിൽ പോയി നിൽക്കുക. അല്ലാതെ കിടക്കപ്പായി എഴുന്നേറ്റ് ഭഗവാനെ ആദ്യം കണി കണ്ടതുകൊണ്ട് യാതൊരു പ്രയോജനമില്ല. കുളിച്ച് ശുദ്ധിയായി തന്നെ ഭഗവാനെ കാണുക. അതുപോലെ തന്നെ ഇനി ഇത്രയും പുലർച്ചെ കുളിക്കാനായിട്ട് എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുള്ളവർ, എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങളുള്ളവർ കൈകാല് കഴുകി മുഖമെങ്കിലും കഴുകിയതിന് ശേഷം മാത്രം ഭഗവാനെ കാണുക. അല്ലാത്തവർ തീർച്ചയായിട്ടും കുളിക്കുക തന്നെ വേണം. കുളിച്ച് ശരീരശുദ്ധി വരുത്തുക. അങ്ങനെ നമ്മൾ നമ്മുടെ മനസ്സും ശരീരവും ഒരുപോലെ വൃത്തിയാകുമ്പോഴാണ് നമുക്ക് ആ ഒരു പോസിറ്റീവ് എനർജി, നമുക്ക് ആ കണി കണ്ടത് കൊണ്ടുള്ള ഒരു പോസിറ്റീവ് എനർജി നമുക്ക് ആ ഒരു ദിവസവും അതേപോലെ വരും ദിവസങ്ങളിലും ആ ഒരു പിന്നീടുള്ള നമ്മുടെ ആ ജീവിതത്തിലും പ്രതിഫലിച്ച് കാണുകയുള്ളൂ. ഭഗവാന്റെ അനുഗ്രഹം നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ വളരെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഇനി വിഷുവിൻ്റെ അന്ന് നമ്മൾ ക്ഷേത്രത്തിൽ പോവാന്നുള്ളത് വളരെ നിർബന്ധമായിട്ടുള്ളൊരു കാര്യമാണോ? ഒരിക്കലും അല്ല. ഭഗവാൻ എല്ലായിടത്തും ഉണ്ട്. നിങ്ങൾക്ക് പോകാൻ പറ്റാത്തൊരു സാഹചര്യമാണെങ്കിൽ ഒരിക്കലും നിങ്ങൾ ക്ഷേത്രത്തിൽ ചെന്നില്ല എന്ന് വിചാരിച്ച് ഭഗവാൻ നിങ്ങളെ കാണാതിരിക്കില്ല. നിങ്ങൾ വീട്ടിലിരുന്ന് ഭഗവാനെ മനസ്സുരുകി വിളിച്ചാലും തീർച്ചയായിട്ടും ആ വിളി ഭഗവാൻ കേൾക്കുന്നതായിരിക്കും. ഇനി ക്ഷേത്രത്തിൽ പോവുകയാണെങ്കിൽ നമ്മൾ എന്ത് വഴിപാടാണ് അവിടെ നടത്തേണ്ടത്? ഒരുപാട് വില കൂടിയ വഴിപാടുകളോ ഒരുപാട് അത് കൊടുത്തോ ഭഗവാനെ നമുക്ക് ആർക്കും തന്നെ ഭഗവാനെ വശീകരിക്കാൻ കഴിയില്ല. ഭഗവാന് നടത്താവുന്ന ഒരു വഴിപാടെന്ന് ആദ്യത്തേത് നമ്മുടെ ആത്മസമർപ്പണം തന്നെയാണ് ഏറ്റവും വലിയ വഴിപാട്. അതിനേക്കാളുപരി ഭഗവാന് നടത്തേണ്ട ഒരു വഴിപാട്, നടയുടെ മുന്നിൽ ഒരു വിളക്കുണ്ടാകുമല്ലോ, ആ വിളക്കിൽ നമ്മൾ ഒരു കുപ്പി എണ്ണ വാങ്ങി ആ നടയിൽ വിളക്കിലൊഴിക്കുക. അത് മനസ്സ് ശുദ്ധമാക്കി നമ്മൾ ആ വിളക്കിൽ എണ്ണ ഒഴിച്ച് ആ ദീപം കത്തിക്കുന്നത് പ്രാർത്ഥിക്കുക. കൂപ്പുകൈയോടെ പ്രാർത്ഥിക്കുക. അതിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ പടർന്നിരിക്കുന്ന ആ ഇരുട്ട് അഗ്നി ദഹിപ്പിച്ച് കളയുന്നതാണ്. പുതിയ വെളിച്ചം നിങ്ങളുടെ ജീവിതത്തിലേക്ക് പകരുന്നതാണ്. ഇത്രയും മാത്രം ചെയ്താൽ മതി. ഭഗവാന്റെ അനുഗ്രഹം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും വിഷു ആശംസകൾ.